കഴിഞ്ഞ 2 ദിവസം കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് ബിഗ് ബോസിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പറ്റാതിരുന്നത്. ഇന്നലെ രാവിലെയാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. പക്ഷേ ബസ്സിലിരുന്ന് തന്നെ ശനിയാഴ്ചത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അതേക്കുറിച്ചൊന്നും സംസാരിക്കില്ല, കാരണം ഓൾറെഡി കഴിഞ്ഞു പോയതാണല്ലോ. 7ാമത്തെ എപ്പിസോഡ് എവിക്ഷൻ എപ്പിസോഡായിരുന്നു. അപ്പോൾ അതേക്കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. ഇപ്രാവശ്യത്തെ എവിക്ഷനിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോൾ അതേക്കുറിച്ച് സംസാരിക്കണം. അതോടൊപ്പം തന്നെ അനുമോൾക്ക് കിട്ടിയ ഒരു ചെറിയ പണിയും, പിന്നെ എനിക്ക് ഈ ബിഗ് ബോസ് എപ്പിസോഡ് തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ സീസൺ തുടങ്ങിയ സമയത്ത് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ആസ് എ ഗെയിമർ എന്നെ ഒരു രീതിയിലും എക്സൈറ്റഡ് ആക്കാത്തൊരു വ്യക്തിയായിരുന്നു മുൻഷി രഞ്ജിത്ത്. അദ്ദേഹത്തിൻ്റെ ഗെയിമുകളൊന്നും അങ്ങനെ ഒരുപാടൊന്നും കണ്ടില്ല, എവിടെയും അങ്ങനെ പ്രൊജക്റ്റ് ചെയ്തൊന്നും കണ്ടില്ല. എന്നാൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തെ ഇന്ന് ഒരുപാട് ബഹുമാനം തോന്നിയൊരു ദിവസമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്കിന്ന് സംസാരിക്കാനുണ്ട്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. ആദ്യമേ പറയട്ടെ, ഇന്നത്തെ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം ഒരു രക്ഷയില്ലായിരുന്നു. ഭയങ്കര രസമുള്ള ഒരു ഡ്രാഗൻ്റെ പിക്ചറൊക്കെ വന്നിട്ടൊരു ഷർട്ടായിരുന്നു, അതിന് മാച്ച് ചെയ്യുന്നൊരു പാൻറ്റ്. ഭയങ്കര രസമായിരുന്നു ലാലേട്ടൻ ആ ഒരു കോസ്റ്റ്യൂമിൽ കാണാൻ. എവിക്ഷനിലുള്ളവർ ആദ്യം എഴുന്നേൽക്കാൻ പറഞ്ഞു. എല്ലാവരും എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ് നിന്നപ്പോൾ തന്നെ ഈ മുൻഷി രഞ്ജിത്തിനെ എവിക്റ്റ് ആയതായിട്ട് ലാലേട്ടൻ അറിയിച്ചു. പെട്ടെന്ന് ഞെട്ടിപ്പോയി. സാധാരണ എവിക്ഷൻ എന്ന് പറയുന്നത് എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാനം കാണിക്കാറുള്ളൂ. അവസാനം പറയും എവിക്റ്റായ വ്യക്തികൾ അല്ലെങ്കിൽ വ്യക്തി ഇതാണെന്ന് പറയും. ഈ സീസണിൽ ആദ്യമേ തന്നെ എവിക്റ്റായ ആളെ അവിടുന്ന് മാറ്റുകയാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബിഗ് ബോസിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് വീട്ടിലുള്ളവർക്കാണ് മാറ്റങ്ങൾ വരാൻ കുറച്ച് സമയമെടുക്കുന്നത്. മുൻഷി രഞ്ജിത്ത് ഇത് കേട്ട ഉടനെ തന്നെ ആരോടൊന്നും മിണ്ടുന്നില്ല. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി തയ്യാറാവുന്നു. ഡോറിനടുത്തെത്തിയപ്പോഴേക്കും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, താങ്കൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പ്രധാന വാതിലൂടെ പുറത്തേക്ക് വരാൻ പറയുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ബൈ പറഞ്ഞിട്ട് ഷൂ ആണ് അദ്ദേഹം ഇട്ടിരുന്നത്, അത് ഊരിക്കൊടുക്കുന്നു. അദ്ദേഹം യാത്ര പോകുന്നു. പിന്നെ അദ്ദേഹത്തെ കാണിക്കുന്നത് ഏറ്റവും അവസാനമാണ്, എപ്പിസോഡിൻ്റെ എൻഡിലാണ്. അപ്പോൾ അത് നമുക്ക് പിന്നെ സംസാരിക്കാം. അതിനുശേഷം ബാക്കി എവിക്ഷനിലുള്ള ആൾക്കാരെ എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു. അതിൽ നെവിനുണ്ട്, അതുപോലെ ആര്യനുണ്ട്, ജിസേലുണ്ട്, രേണുണ്ട്, ശാരികയുണ്ട്, ശൈത്യമുണ്ട്. എനിക്ക് നെവിനെ കണ്ടപ്പോൾ, ഇന്നത്തെ എപ്പിസോഡിലെ നെവിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എവിടെയൊക്കെ റിയാസിൻ്റെ ഒരു മാനറിസം ഒക്കെ ഫീൽ ചെയ്തു. ആ മുടിയൊക്കെ എടുത്തിടുന്നതും പിന്നെ സംസാരിക്കുന്നൊരു ശൈലിയും ഒക്കെ റിയാസായിട്ട് ഫീൽ ചെയ്തു. സോ റിയാസിനെ വീണ്ടും ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്ന പോലെയൊക്കെ ഒരു ഫീൽ കിട്ടി. അതിനുശേഷം ഓരോ ആളുകളോട് ലാലേട്ടൻ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, പുറത്ത് പോകുമോ അതോ ഇവിടെ നിൽക്കുമോ എന്നൊക്കെ ചോദിച്ച് ഓരോരുത്തരായിട്ട് അവിടെ ഇരുത്തി തുടങ്ങി. ഓരോ ഗ്യാപ്പിലാണ് ഓരോ ആളുകളും സേവ്ഡ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. അതിനുശേഷം പിന്നെ ഹൗസ് മേറ്റ്സ് തമ്മിൽ സംസാരിക്കണം. ബ്രേക്ക് വന്നപ്പോൾ ഹൗസ് മേറ്റ്സ് തമ്മിൽ സംസാരിക്കുന്നതാണ് കാണിച്ചത്. ഇതിനിടയിൽ കൂടി ഷാരിക ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഷാരിക ഒന്ന് ആബ്സെന്റ് മൈൻഡ് ആയിപ്പോയി. അപ്പോൾ അതൊന്നും കളിയാക്കിക്കൊണ്ട് ഷാരികയുടെ കിളി പോയോ എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ ഒന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഹൗസിൽ 2 പരാതിപ്പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് കംപ്ലൈൻറ്റ് അഗെയിൻസ്റ്റ് അനീഷ്, അടുത്ത പെട്ടി കംപ്ലൈൻറ്റ്സ് അഗെയിൻസ്റ്റ് അതേഴ്സ്. അപ്പോൾ അനീഷിന് വേണ്ടി മാത്രം ഒരു പരാതിപ്പെട്ടി. സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ കാണുന്ന ഏതൊരാൾക്കും തോന്നും, ഒരുപാട് പേർക്ക് ആ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ഒരുപാട് പേർക്ക് അനീഷിനെതിരെ പരാതികൾ ഉണ്ടാകും, പരാതികളുടെ ബഹളമായിരിക്കും. കാരണം അമ്മാതിരി ഇറിറ്റേഷനാണ് അനീഷ് ആ ഹൗസിനകത്ത് മറ്റുള്ള ആളുകൾക്കിടയിൽ കാണിച്ചിട്ടുള്ളത്. എല്ലാവരെയും ഏതൊക്കെ രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റും അതെല്ലാം അനീഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഗെയിമർ എന്ന നിലയ്ക്ക് എനിക്ക് അനീഷിനെ ഇഷ്ടമാണ്. കാരണം അത് അവിടുത്തെ ഗെയിമാണ്. ആളുകളെ പ്രൊവോക്ക് ചെയ്ത് അവരെ ഇറിറ്റേറ്റ് ചെയ്ത് കളിക്കുക എന്നുള്ളത് അയാളുടെ സ്ട്രാറ്റജി ആയിരിക്കും. അതിന് അവിടെ അകത്തേക്ക് കയറുന്ന ഒരാൾ ഇങ്ങനെ കളിക്കാവൂ എന്ന് അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇയാളുടെ സ്ട്രാറ്റജിയാണ്. അയാളെ എങ്ങനെ മാറ്റിയെടുക്കുമെന്ന് മറ്റുള്ളവരാണ് ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ അയാളോട് സംസാരിക്കാതിരിക്കുക, അയാൾക്ക് സ്പേസ് കൊടുക്കാതിരിക്കുക. ഇത് ഇവർ തന്നെ അയാൾക്ക് സ്പേസ് കൊടുക്കുകയാണ്. ഈ സീസണിലെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ആരാണോ ഉറങ്ങിയിരിക്കുന്നത് അവരെ പോയി വിളിച്ചുണർത്തി അങ്ങോട്ട് ഫയർ ആക്കുന്ന ഒരു അവസ്ഥയാണ്. അനീഷിനെ സംബന്ധിച്ച് അനീഷ് വന്ന സമയം മുതലേ ആരെയും മൈൻഡ് ചെയ്യാതെ ആർക്കും ഒരു റെസ്പെക്ട് കൊടുക്കാത്തൊരു വ്യക്തിയാണ്. എന്നിട്ട് അനീഷ് പറയും, ഞാൻ എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്, എനിക്കാണ് റെസ്പെക്ട് ആരും തരാത്തത് എന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ അത് അയാളുടെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. അതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിന് ഒരു അയാൾ ഇങ്ങനെ കളിക്കാവോ എന്ന് പറയാനൊന്നും ആർക്കും റൈറ്റ് ഇല്ല. സോ അനീഷിൻ്റെ പരാതികൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടായിരുന്നു. ആദ്യമായിട്ട് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചത് നൂറയോടും ആദിലോടുമാണ്. അപ്പോൾ അവരുടെ പരാതി കുറച്ച് സീരിയസ് ആയിരുന്നു. കാരണം അവരുടെ ആ ഒരു സിറ്റുവേഷൻ, അവരുടെ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ അവർ ഫാമിലിയുമായിട്ട് അറ്റാച്ച്ഡ് ആവാത്തതിന് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണെന്നൊക്കെ ലെവലിലാണ് അനീഷ് പറഞ്ഞു വെച്ചത്. അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. കാരണം അവരെക്കുറിച്ചൊന്നും അറിയാത്തൊരു വ്യക്തി ഇപ്പോൾ ഒരാഴ്ച കൊണ്ടൊന്നും ആരും പൂർണ്ണമായിട്ട് പഠിക്കാൻ പറ്റില്ല, ഒരു വർഷം കൊണ്ടോ ഒരു ആയുസ് കൊണ്ടോ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെക്കുറിച്ച് അത്ര ഒരു പരാമർശം നടത്തിയത് ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ബാക്കിയെല്ലാം ഒരുതരം ബാലിശമായിട്ടുള്ള പരാതികളായിരുന്നു. എല്ലാം ഈ പിച്ചി നുള്ളി എന്ന് പറയുന്ന ലെവലുള്ള പരാതികളായിരുന്നു. അതിലിപ്പം അഭിശ്രീയിൽ അഭിലാഷ് പറയുന്നത് എല്ലാവരും നികൃഷ്ട ജീവികളെ പോലെയാണെന്ന് അനീഷ് പറയുന്നു. അതുകൊണ്ട് അനീഷിൻ്റെ നാട്ടിലെ കാര്യം വീട്ടിലെ കാര്യം കേട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞെന്നാണ് അഭിലാഷ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ശരത്ത് പറയുന്നു, എല്ലാവരെയും പ്രൊവോക്ക് ചെയ്താണ് കളിക്കുന്നത്, എല്ലാവരുമായിട്ടും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ പോലും അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്
നീ ആരുടെ അത് ചോദിക്കാൻ എന്ന ലെവലിലായിരിക്കും എന്നൊക്കെയാണ് ശരത്ത് പറയുന്നത്. ആ ലെവലിലാണ് പ്രൊവോക്ക് ചെയ്യുന്നത് എന്ന രീതിക്ക്. അപ്പോൾ അതിനൊക്കെ ലാലേട്ടൻ മറുപടി കൊടുക്കുന്നുണ്ട്. മറുപടി എല്ലാം അനീഷിന് സപ്പോർട്ട് ചെയ്തുള്ള മറുപടിയാണ്. കാരണം അനീഷിന്റെ സ്ട്രാറ്റജി അതായിരിക്കും, അനീഷിന്റെ ഗെയിം അതായിരിക്കും. ആസ് എ ഗെയിമർ അതങ്ങനെയാണ്. അതിനെ മനസ്സിലാക്കി തിരിച്ച് കൊടുക്കേണ്ട പണികൾ കൊടുത്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ് അവിടുത്തെ ഈ നിലനിൽപ്പിനെ സഹായിക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ നിർത്തിയിട്ട് പുറത്ത് പോകാന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ശാരിക പറഞ്ഞു കുറേ നല്ല ഗുണങ്ങളുണ്ട്. എനിക്ക് ശാരികയുടെ കാര്യം പറയുമ്പോൾ പുറത്ത് കണ്ട ശാരിക അല്ല അവിടെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. പുറത്ത് കണ്ട ശാരിക എന്ന് പറയുന്നത് ഭയങ്കര അരഗൻ്റായിട്ട് ഹൗട്ട് സീറ്റിൽ വരുന്ന ആൾക്കാരോട് ബിഹേവ് ചെയ്യുന്നൊരു ശാരിക. പിന്നെ അവരുടെ പേഴ്സണൽ ചാനലിൽ വന്നിട്ട് അതിനെ തിരിച്ചു പറയുന്നത് ശാരിക. പക്ഷേ ബിഗ് ബോസ് ഹൗസിലെ ശാരിക എന്ന് പറയുന്നത് അത്യാവശ്യം കാര്യങ്ങൾക്ക് ഇടപെടുന്ന കണ്ടിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളൊന്നും ശാരിക കണ്ടിട്ടില്ല, എന്നാൽ ഒച്ച എടുക്കുന്നത് കണ്ടിട്ടുമുണ്ട്. ഇവിടെ അനീഷിനെ കുറിച്ച് പറയുമ്പോൾ കുറേ നല്ല ഗുണങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോഴേക്കും മനസ്സുകൊണ്ട് നല്ലൊരാളായിട്ട് തോന്നിയിട്ടുണ്ട്, നല്ലൊരു ഗെയിമറായിട്ട് തോന്നി. പിന്നെ ക്യാപ്റ്റൻ എന്ന നിലയിൽ അനീഷ് ഒരു വമ്പൻ പരാജയമായിരുന്നു. അതാണ് ശാരികയുടെ മെയിൻ കംപ്ലയിൻറ്റ്. എനിക്കും അയാളുടെ ക്യാപ്റ്റൻസി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ചില ഒരാളെ കേൾക്കാൻ തയ്യാറാവുന്നില്ല. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ആ അത്രയും ആളുകൾ 20 പേരെയും ഒരേപോലെ കൊണ്ടുപോകേണ്ട ഒരാളാണ്. അപ്പോൾ ഒരാളൊരു പരാതി പറഞ്ഞാൽ അത് കേൾക്കാനുള്ള മനസ്സ് പോലും അനീഷ് കാണിച്ചിട്ടില്ല. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അനീഷ് ഒരു വമ്പൻ പരാജയമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ശൈത്യയുടെ കംപ്ലൈൻ്റ് ആയിരുന്നു ആളുകളുടെ ഡിഗ്നിറ്റി നശിപ്പിക്കുന്ന സംസാരം. അനുവിനെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചു. അനുവിനോട് മേളിൽ നിന്ന് നിൽക്കാതെ നീ താഴെ വന്ന് നിൽക്ക്, താഴെ വന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള രീതിയിൽ അനുവിൻ്റെ അഭിനയ ജീവിതത്തെക്കുറിച്ചും അതുപോലെ ഷാനവാസിൻ്റെയും ശരത്തിൻ്റെയൊക്കെ അഭിനയ ജീവിതത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞു. അതിനകത്തൊരു കൺഫ്യൂഷൻ വന്നു. ശരത്തിന് അഭിനയിക്കാൻ അറിയില്ല എന്ന് അനീഷ് പറഞ്ഞിട്ടില്ല എന്ന് അനീഷ് പറയുന്നു, ശൈത്യ പറയുന്നു അനീഷ് പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ ശൈത്യക്ക് തന്നെ അവസാനം കൺഫ്യൂഷനായി. അനീഷ് പറഞ്ഞോ ഇല്ലയോ? നേരെ ശരത്തിനോട് ചോദിക്കുകയാണ്, അങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞില്ലേ? ശരത്ത് ഇങ്ങനെ പറഞ്ഞാ എപ്പോൾ? ഇവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. പറഞ്ഞു അവസാനം ശരത്ത് പറഞ്ഞു അതൊരു പ്രാങ്ക് ചെയ്യുന്നതിനിടയിൽ കൂടി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്ന്. ശരത്ത് അത് ഉള്ളതാണോ കള്ളമാണോ എന്നുള്ളതും അറിയില്ല. പക്ഷെ അനീഷ് പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ മേളിൽ പോയിട്ട് താഴവാ എന്നുള്ള, നീ മേളിൽ നിൽക്കാതെ താഴവാ എന്ന് പറഞ്ഞ കാര്യം ഞാൻ സമ്മതിക്കുന്നു, അത് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞ കാര്യം അനീഷ് പറഞ്ഞെന്ന് പറയുന്നുണ്ട്, പറയാത്ത കാര്യം പറഞ്ഞില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ നടന്നൊരു കാര്യം എന്ന് പറയുന്നത് അനീഷിന് അനുമോളുടെ നേരൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, നമ്മുടെ ആ തുടങ്ങിയ സമയത്തുള്ള ആ ഇന്നർ വിഷയം തന്നെയാണ്. അത് ഇപ്പോഴും ഒരു രക്ഷയില്ല, അത് അവസാനിക്കുന്നില്ല. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും അതിങ്ങനെ ആ ഇന്നർ വിഷയം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അനുമോൾ അത് അവിടെ വെച്ച് ആദ്യമേ പ്രതികരിക്കണമായിരുന്നു, അനുമോൾ അത് ചെയ്തില്ല, അതായിരുന്നു എൻ്റെ പരാതി, അനുമോൾ അത് എന്നോട് വന്ന് പറഞ്ഞില്ല, ആരാണ് ചെയ്തതെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചു, പക്ഷേ എന്നിട്ടും അനുമോൾ അത് വ്യക്തമായിട്ട് പറഞ്ഞില്ല എന്നും പറഞ്ഞിട്ട് അനുമോൾക്ക് നേരെയുള്ള പരാതിയായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു ബ്രേക്ക് വന്നപ്പോഴേക്കും അനുമോളും അനീഷുമായിട്ട് ഒരു തർക്കം ഉണ്ടാകുന്നു. ആ തർക്കത്തിൻ്റെ പേരിൽ അബി വന്നിട്ട് അനീഷിനോട് ഭയങ്കരമായിട്ട് റൈസ് ആവും. ശരിക്കും അബി അവിടെ ഒരു ഓവർ ആക്ടിങ് കാണിച്ച ഒരു ഫീൽ എനിക്ക് കിട്ടി. ഭയങ്കരമായിട്ട് ഓവർ ആക്ടിങ് കാണിക്കുകയാണ്, ഓവറായിട്ട് ഷൗട്ട് ചെയ്യാണ്. അതിൻ്റെ ആവശ്യം എന്താണ്? അഭിലാഷിന് ഹൈപ്പറാണ്, അഭിലാഷ് വീട്ടിൽ ഇരിക്കണം. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് അഭിലാഷിൻ്റെ വിഷയം പോലും അല്ല ആ കാര്യത്തിൽ വന്നിട്ട് അനീഷിനോട് കയറി ചൂടാവേണ്ട എന്ത് കാര്യമോ? അപ്പോൾ അയാൾക്ക് വീണ്ടും സ്ക്രീൻ സ്പേസ് കൊടുത്തോണ്ടിരിക്കുകയല്ലേ. ശരിക്കും മണ്ടത്തരമാണ് കാണിക്കുന്നത്. പിന്നെയുള്ള കാര്യം ഒനീലിനായിരുന്നു. ഒനീലിന് ബെന്നിക്കെതിരെ ഒരു കംപ്ലയിൻറ്റ്, അതായത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഹിപ്പോക്രസി കാണിച്ചു എന്നും പറഞ്ഞിട്ട് ഒനീൽ കംപ്ലയിൻറ്റ് പറഞ്ഞു. അപ്പോൾ അതിന് ബെന്നി വ്യക്തമായൊരു മറുപടിയും ഒനീലിന് കൊടുത്തു, അല്ലെങ്കിൽ അവിടെ ഉള്ള ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാൻ കൊടുത്തു. ശരിക്കും ഈ ഒരു പരിപാടി നടത്തിയത് തന്നെ ഈ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ, ഇവർക്കിടയിലുള്ള ഈ അസ്വാരസ്യങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യാൻ വേണ്ടി, ആ തെറ്റിദ്ധാരണകളാണെങ്കിൽ അത് മാറിപ്പോട്ടെ എന്ന് വിചാരിച്ചാണ് ആ ഒരു സെഗ്മെൻറ്റ് എന്നോട് വെച്ചത്. അതിൽ ആരുടെ പറയുകയും ചെയ്തു. അനുമോള് അക്ബറുടെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞൊരു സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അനുമോൾ ഉദ്ദേശിച്ചത് ഇന്നാണ് ശരിക്കും പ്രേക്ഷകർക്ക് പോലും മനസ്സിലായെന്ന് തോന്നുന്നു. അക്ബറിന്റെ നോട്ടം ഒരുതരം റൂഡായിട്ടുള്ള നോട്ടമാണ് എന്ന രീതിക്കാണ് അനുമോൾ പറഞ്ഞത് എന്ന് അനുമോൾ ഇന്ന് പറയുന്നു. പക്ഷേ ഈ എപ്പിസോഡിലാണ് മനസ്സിലായത് അനുമോൾ ഉദ്ദേശിച്ചത് ഏത് തരം നോട്ടമാണെന്നുള്ളത്. അതായത് അനുമോൾ ഉദ്ദേശിച്ചത് അന്നത്തെ ആ ഡോക്ടർമാർക്കെതിരെയുള്ള വിഷയത്തിൽ സംസാരിച്ചൊരു വിഷയം ഉണ്ടല്ലോ, അതിനകത്ത് ഇവരുടെ ആ വഴക്ക് കഴിഞ്ഞപ്പോഴേക്കും അതിനുശേഷം അക്ബറിന് അനുമോളോടൊരു ദേഷ്യമുണ്ട്, എപ്പോഴും റൂഡായിട്ടാണ് നോക്കുന്നത്, ഇതാണ് അനുമോൾ ഉദ്ദേശിച്ചതെന്ന് അനുമോൾ പറയുന്നു. പക്ഷേ അന്ന് അനുമോൾ സംസാരിച്ച രീതി അങ്ങനെ അല്ലായിരുന്നു. എനിക്ക് അയാളെ ഇഷ്ടമല്ല, അയാളുടെ നോട്ടം അത്ര ശരിയല്ല, ഇങ്ങനെയാണ് പറഞ്ഞത്. ഇത് കേൾക്കുന്ന പുറത്തുള്ള പ്രേക്ഷകർ എങ്ങനെ ചിന്തിക്കും? അതെന്താ അപ്പോൾ ആ നോട്ടം? അപ്പോൾ അവൻ്റെ സ്വഭാവം ശരിയല്ലല്ലോ. പ്രത്യേകിച്ച് അയാൾക്കൊരു ഫാമിലി ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഫാമിലിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു വാക്ക് പറയുമ്പോൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കേണ്ട പ്ലാറ്റ്ഫോമാണത്. 1-2 പേര് കേൾക്കുന്നതല്ല, അല്ലെങ്കിൽ അവരുടെ അകത്തുള്ള ആ 19 പേരോ 20 പേരോ കേൾക്കുന്ന പ്രോഗ്രാം അല്ല ഇത്. ലക്ഷക്കണക്കിന് ആൾക്കാർ കേൾക്കുന്ന പ്രോഗ്രാമിനകത്ത് ഒരാളെക്കുറിച്ചൊരു ആരോപണം പറയുമ്പോൾ അതിനകത്തൊരു വ്യക്തത ഉണ്ടാവണം. അയാളുടെ നോട്ടം ശരിയില്ല, അയാൾ എന്നോട് ഭയങ്കര ദേഷ്യത്തോടാണ് നോക്കുന്നത് എന്ന് പറയണം അവിടെ. അതല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ആൾക്കാർ അക്ബറിനെ ഏത് ലെവലിൽ ചിന്തിക്കും? അയാൾ രേണുവിനെ ഈ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച കാര്യം ഓക്കെ, അതൊരു സൈഡിലാണ് നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ ഇതും കൂടെ ആകുമ്പോഴോ ഇയാളുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന് ജനങ്ങൾ അങ്ങ് തീരുമാനിക്കും. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചു. അനു ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, റൂഡായിട്ടുള്ള നോട്ടമാണ് എന്ന് അനു വ്യക്തമാക്കി കൊടുത്തു. പിന്നെ ജിസേലിൻ്റെ കംപ്ലയിൻറ്റ്, പുകഞ്ഞ കൊള്ളി പുറത്ത് ടാസ്ക് വന്നപ്പോൾ ഈ ഷാനവാസ് വന്നിട്ട് പറയേണ്ടതല്ലോ, ഞാൻ ഫസ്റ്റ് ദിവസം ഞാൻ ഉറങ്ങിയില്ലായിരുന്നു, ഞാൻ ഉണർന്നിരിക്കുമായിരുന്നു, ഞാൻ ഉറങ്ങുന്ന പോലെ നടിക്കുമായിരുന്നു. ഇത് കേട്ടപ്പോൾ ജിസേലിൻ്റെ ചങ്ക് തകർന്നു പോയി എന്ന് പറഞ്ഞു. ചങ്ക് പൊട്ടിപ്പോയി. ലാലേട്ടൻ ചോദിച്ചു പൊട്ടിപ്പോയോ?
ഇപ്പോഴും പൊട്ടിയിരിക്കുകയാണ്. ലാലേട്ട പൊട്ടിയിരിക്കുക. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അവിടെ ഡോക്ടർമാരുണ്ടല്ലോ. അല്ല അങ്ങനെയല്ല, ശരിക്കും അത് ലാംഗ്വേജിൻ്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഹാർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ ഹാർട്ട് ബ്രോക്കൺ എന്നൊക്കെ പറയുന്ന ഒരു സാധനം, ഒരു വിഷമമായി എന്നൊക്കെയാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. അത് പറഞ്ഞു വന്നപ്പോൾ എന്താണ്, ചങ്ക് പൊട്ടി തകർന്നു, പൊട്ടിത്തെറിച്ചു എന്നൊക്കെ ലെവലിലേക്ക് അങ്ങ് മാറി. എനിക്ക് അതൊരു ഫണ്ണായിട്ടൊക്കെ ഫീൽ ചെയ്തു. ഇതിനിടെ കൂടി അടുത്ത ആളുകളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട്, എവിക്ഷൻ്റെ ആൾക്കാരെ എഴുന്നേൽപ്പിച്ച് നിർത്തിയപ്പോൾ എനിക്ക് ശരിക്കും രേണുവിൻ്റെ ഫേസ് കണ്ടപ്പോൾ എന്തോ ആരോടുള്ള ദേഷ്യപ്പെട്ടിരിക്കുന്ന പോലെ, ഫേസ് ഭയങ്കരമായിട്ട് ഒരു റൂഡായിട്ട്, ലാലേട്ടനെ നോക്കുന്ന നോട്ടം ക്യാമറ നമുക്ക് കാണുന്നത് ഭയങ്കര റൂഡായിട്ട് എന്തോ തല്ലാൻ നിൽക്കുന്ന പോലെ. അവസാനം രേണു സേവ്ഡാന്ന് പറഞ്ഞപ്പോൾ താങ്ക് യു ലാലേട്ട. പിന്നെയും ഇരുന്നിട്ട് ഉള്ളിലെന്തോ ദേഷ്യമുള്ള പോലെയാണ് രേണുവിൻ്റെ ഒരു ഫേസ് കണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യൂ. ഞാനിപ്പോൾ രേണുവിനെ മാത്രം പറയുന്നില്ല, പക്ഷേ രേണുവിനെ മാത്രമാണ് അങ്ങനെ ഒരു ഫേസിൽ കണ്ടത്. ബാക്കി എല്ലാവരും ഇപ്പം എവിക്ഷൻ്റെ സമയത്ത് എഴുന്നേൽപ്പിച്ച് നിർത്തിയപ്പോഴും അങ്ങനെ ഒരു റൂഡ് ഫേസ് ഒന്നും കണ്ടില്ല. ചിരിച്ചുകൊണ്ടൊക്കെയാണ് അല്ലെങ്കിൽ സങ്കടത്തോടെയൊക്കെയാണ് നിന്നത്. പക്ഷേ ഇത് ഒരുതരം ദേഷ്യം, ഒരു പക്ഷേ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ കാണിച്ച പോലെ ആ ഒരു വീഡിയോ കാണിച്ചതിൻ്റെ ഒരു ദേഷ്യമാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ആ ദേഷ്യം രേണുവിൻ്റെ ഫേസിനകത്ത് വ്യക്തമായിട്ട് കാണാൻ പറ്റുമായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എനിക്കറിയില്ല, എനിക്കത് തോന്നി. സോ നിങ്ങൾക്ക് അങ്ങ് തോന്നിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അത് കഴിഞ്ഞിട്ട് ജയിലിൽ പോയ ആൾക്കാരെ കുറിച്ചായിരുന്നു. അനുമോളും ശരത്തുമായിരുന്നല്ലോ ഈ ആഴ്ച ജയിലിൽ പോയത്. അപ്പോൾ അവിടെ നടന്ന കലാപരിപാടികളും ഇവർ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ ചോദിച്ചു. അതിനുശേഷം നെവിൻ പോയിട്ട് അനുമോൾക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നെവിൻ പറയുന്നത് അനുമോളോടൊരു സഹതാപം തോന്നിയിട്ട് ചെയ്തു കൊടുത്താന്ന് പറയുന്നു. അപ്പോൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ലാലേട്ടൻ പറഞ്ഞിട്ട് വാൺ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അനുമോളും ശരത്തും കൂടി അനീഷിനെ പിടിച്ച് ജയിലിനുള്ളിലേക്ക് തള്ളിയിട്ടൊരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേക്കുറിച്ച് ചോദിച്ചു. അതിനുശേഷം പിന്നെ ഇവർ രണ്ടുപേരും കൂടി കിച്ചണിൻ്റെ ഭാഗത്ത് പോയി ഒളിച്ചിരുന്ന കാര്യങ്ങളും ഒക്കെ ചോദിച്ചു. അതിനൊക്കെ എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തു. ഡോക്ടർമാരെ കളിയാക്കിയ വിഷയത്തിൽ അനുമോളെ ചോദ്യം ചെയ്യാൻ വേണ്ടി എഴുന്നേൽപ്പിച്ചു. അപ്പോൾ അതിന് ഷാനവാസ് ഒരു മറുപടി കൊടുത്തു. എന്താ സംഭവിച്ചെന്നുള്ള വ്യക്തമായ മറുപടി പറഞ്ഞു. എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ള വിഷയം അക്ബർ അവിടെ വീണ്ടും ക്ലാരിഫൈ ചെയ്തു. ആ വിഷയം അവിടെ അവസാനിച്ചു. ശരിക്കും പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത്. ഒരുപാടൊന്നും ആരോടും അങ്ങനെ റൈസ് ആയിട്ടൊന്നും ഞാൻ കണ്ടില്ല. വളരെ കാമാൻ ക്വയറ്റായിട്ടാണ് ലാലേട്ടൻ എല്ലാവരോടും ഇടപെട്ടത്. ഏറ്റവും അവസാനം, സാധാരണ എല്ലാ സീസണിലും അവസാനമാണ് എവിക്ഷൻ സംഭവിക്കുന്നത്. എന്നിട്ട് എവിക്റ്റ് ആവുന്ന ആൾക്കാർ നേരെ പുറത്തേക്ക് കൊണ്ടുവന്ന് ലാലേട്ടനടുത്തേക്ക് വിളിക്കും. എന്നാൽ ഇപ്രാവശ്യം എവിക്റ്റ് ആയ ആളെ ആദ്യം തന്നെ പുറത്തേക്ക് കൊണ്ടുപോവാണ്, അല്ലെങ്കിൽ പുറത്തേക്ക് അയാൾ പോവുകയാണ്. അതിനുശേഷം ഏറ്റവും അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, ഈ വ്യക്തിയെ ലാലേട്ടനടുത്തേക്ക് വിളിച്ചു. കഴിഞ്ഞ ഒരാഴ്ചത്തെ കാര്യങ്ങൾ രഞ്ജിത്തിനെ കാണിച്ചു കൊടുത്തു. മുൻഷി രഞ്ജിത്താണ് പുറത്തേക്ക് പോയത്. അപ്പോൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ഒപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ റെന ഫാത്തിമയ്ക്കുള്ള കംപ്ലയിൻറ്റ്, ഇദ്ദേഹം റെനയോട് ഭയങ്കര ദേഷ്യത്തോടെയാണ് ഇടപെടുന്നത്, സംസാരിച്ചത്, അല്ലെങ്കിൽ അടുത്തേക്ക് പോകുന്നില്ല, അതൊക്കെയാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത്, ഞാൻ വന്ന സമയത്ത് ആ കുട്ടി ഒരു വളരെ പ്രായം കുറഞ്ഞ കുട്ടിയായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മകളെ പോലെ ഒരു വാത്സല്യത്തോടെ ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യാൻ നോക്കി. പക്ഷേ ആ കുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം ഞാൻ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ ഒഴിഞ്ഞു നടന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ ലാലേട്ടന് രഞ്ജിത്ത് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു പറഞ്ഞ് ലാലേട്ടൻ ഒരു പേപ്പർ എടുത്തു. അതിനകത്ത് പ്രിയപ്പെട്ട ലാൽ സാർ, എനിക്ക് താങ്കളെ അറിയിക്കാനുള്ളത്, എനിക്ക് യാതൊരു കംപ്ലയിൻറ്റും ഇല്ല എന്നതാണ്. ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് യാതൊരു കംപ്ലയിൻറ്റും ഇല്ല എന്നതാണ്. അത് വളരെ നല്ല മനസ്സിനുടമയുള്ള ആൾക്കേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വിഷയത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തോടൊരു ബഹുമാനം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞത്. ആസ് എ ഗെയിമർ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഗെയിം ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ എപ്പിസോഡ് കഴിഞ്ഞു. ലാലേട്ടൻ വന്നിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. ദെൻ ആദിലയും നൂറയും അനീഷുമായിട്ട് ഒരു കോംപ്രമൈസ് ടോക്ക് പോലെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് ശരിക്കും അനീഷ് അവരെ പിന്നെയും ഇറിറ്റേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ വിഷമിപ്പിക്കുകയാണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. നൂറ എടുത്തു പറയുന്നുണ്ട്, ചേട്ടാ നിങ്ങൾ ഗെയിം കളിച്ചു, പക്ഷേ ആരുടെയും ഇമോഷൻ വെച്ച് കളിക്കരുത്. എന്നാൽ അനീഷ് ഇവർ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കേൾക്കാനോ അനീഷ് തയ്യാറാവുന്നില്ല. എന്താണ് അനീഷിൻ്റെ മനസ്സിലൊന്നും മനസ്സിലാവുന്നില്ല. അവരെ വീണ്ടും പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയാണ് അവർ നാടകം കളിക്കുന്നു, നിങ്ങൾ അഭിനയിക്കുകയാണ്, ഈ ലെവലിലൊക്കെ പറയേണ്ട യാതൊരു കാര്യമില്ല. അവരുടെ ലൈഫാണ് സംസാരിക്കുന്നത്. എപ്പിസോഡ് 7 സംഭവിച്ച കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.